തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നതിൻ്റെ ഒരു സെൻസ് അത് തന്നെയാണ്. അധികാരം ജനാധിപത്യത്തിൽ വളരെ പ്രധാനമാണ്. പക്ഷേ BJPയുമായുള്ള പോരാട്ടത്തെ കേവലം ജനാധിപത്യത്തിനുള്ളിലെ അധികാരത്തിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയുമായുള്ള മത്സരം എന്ന നിലയിൽ ചുരുക്കി മനസ്സിലാക്കാൻ മതനിരപേക്ഷ കക്ഷികൾ സന്നദ്ധമാകരുത്. ഇന്ത്യയിൽ കുറേ രാഷ്ട്രീയ കക്ഷികളുണ്ട്. ആ രാഷ്ട്രീയ കക്ഷികളുടെ കൂട്ടത്തിൽ വേറെ ഒരു രാഷ്ട്രീയ കക്ഷിയല്ല BJP എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തു തന്നെയായിരുന്നാലും BJP ഒരു സീറ്റിൽ മത്സരിച്ച് വിജയിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇവിടുത്തെ മതനിരപേക്ഷ കക്ഷികളുടെ ഉത്തരവാദിത്വമാണ്. ആ നിലക്കുള്ളൊരു സ്ട്രാറ്റജി, ഒരു പൊതു മിനിമം പരിപാടി, ഒരു ഐക്യം ഇവിടെയുള്ള എല്ലാ മതനിരപേക്ഷ കക്ഷികളും ഒരുമിച്ച് നിന്ന് വികസിപ്പിച്ചെടുക്കേണ്ട സമയമാണിത്. മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതിനപ്പുറത്ത് ഇന്ത്യ നിലനിൽക്കണോ വേണ്ടേ എന്ന തർക്കമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം, അത് ഈ ഇന്ത്യ ഇനി നിലനിൽക്കേണ്ടതില്ല എന്ന് വിചാരിക്കുന്നവരുടെ ശബ്ദത്തിന് ശക്തി കൂടിക്കൊണ്ടിരിക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിലെ സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാവുന്ന താല്പര്യങ്ങളും സഖ്യങ്ങളും വിരോധങ്ങളും എല്ലാം പ്രവർത്തിക്കുന്ന ലളിത യുക്തികൾക്ക് അപ്പുറത്തേക്ക് പോയിക്കൊണ്ട് എന്തു തന്നെ വന്നാലും BJP തെരഞ്ഞെടുപ്പിൽ ജയിച്ചുകൂടാ എന്നൊരു നിലപാടിലെത്താൻ, അത് പ്രായോഗികമായി ഉറപ്പുവരുത്താൻ ഇവിടുത്തെ മതനിരപേക്ഷ കക്ഷികൾക്ക് കഴിയണം.